ആണ് ആദ്യം ശ്രീ സുഭാഷ് ബാബു. ഇവിടെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ഇന്നലെ കോടതി നിയോഗിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇന്നലത്തെ കോടതി നടപടികളെ നമ്മൾ നോക്കിക്കണ്ടത്. അനുബന്ധ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശം ഇന്നലെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നതിന് പിന്നാലെയാണ് SITക്കെതിരെ തന്നെ പരാതിയുമായി പരാതിക്കാരി രംഗത്ത് വരുന്നത്. ഇന്നലെ ഞങ്ങളുടെ ചർച്ചയിൽ സംസാരിക്കുമ്പോഴാണ് ആദ്യമായി അങ്ങനെ ഒരു ആശങ്ക ആ പരാതിക്കാരി ഉന്നയിക്കുന്നത്. അവരുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നു, മുൻകൂർ ജാമ്യം അനുവദിച്ച നടപടിയിൽ അപ്പീൽ പോകാത്തത് ഈ അന്വേഷണ സംഘത്തോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ സൂചിപ്പിച്ചത്. പീഡന കേസുകളിൽ അന്വേഷണം എങ്ങനെ വേണമെന്ന് കൃത്യമായ ഗൈഡ് ലൈനുകൾ നമ്മളുടെ സംവിധാനങ്ങളിൽ ഉറപ്പുവരുത്തുന്നുണ്ട്, നിയമവ്യവസ്ഥയിൽ ഉറപ്പുവരുത്തുന്നുണ്ട് എന്നിരിക്കെ ഇപ്പോഴത്തെ ആശങ്കകൾ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? ശ്രീ സുഭാഷ് ബാബു, കേൾക്കാമോ? ഹലോ, സൗണ്ട് കുറവാണല്ലോ, കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ചെറുതായിട്ട് ലേശം, നേരത്തെ തീരെ ഇല്ല, ഇപ്പൊ കുറച്ച് കേൾക്കാം. ഇപ്പോൾ ഈ SITയുടെ അന്വേഷണത്തിനെതിരെ തന്നെ ചില ആശങ്കകൾ അറിയിച്ചിരിക്കുകയാണ് ഒരു പരാതിക്കാരി. അവരുടെ സ്വകാര്യത മാനിക്കപ്പെടുന്നില്ല എന്ന ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. മുൻകൂർ ജാമ്യം ലഭിച്ചപ്പോൾ അപ്പീൽ പോകാതിരുന്ന നടപടി വിശ്വാസം നഷ്ടപ്പെടുത്തി എന്നത് പറയുന്നുണ്ട്. അത്തരം അവിശ്വാസത്തിന്റെ സാഹചര്യം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാല് ആന്റിസിപ്പേറ്ററി ബെയിലിന് പോയി. ആന്റിസിപ്പേറ്ററി ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനൊരു അപ്പീൽ പോകേണ്ടതാണ്. അപ്പീൽ പോകണ്ട എന്നുള്ള നിർദ്ദേശത്തോടുകൂടി അത് അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാൾക്ക് കിട്ടി, പിന്നുള്ള എല്ലാവർക്കും കിട്ടുമ്പോൾ ഇതൊരു അന്വേഷണം ഇങ്ങനെ വഴിക്ക് പോകും. പക്ഷെ അതൊന്നൊരു സമ്മർദ്ദ തന്ത്രത്തിലൂടെയുള്ള അന്വേഷണം ആവില്ല. കാരണം പ്രതിയെ സംബന്ധിച്ചിടത്തോളം ജാമ്യം കിട്ടാത്ത അവസരത്തിലാണ് അദ്ദേഹം മാനസികമായ സമ്മർദ്ദത്തിലേക്ക് വരുന്നത്. അങ്ങനെ മാനസികമായ സമ്മർദ്ദത്തില് വരാനുള്ള സാഹചര്യം ബെയിൽ കിട്ടാത്തപ്പോഴാണ്. പക്ഷെ ബെയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി എന്തോ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങള് പകുതി ശേഷിച്ചു. അതോടുകൂടി അദ്ദേഹത്തിന് ആ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഉതകുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്നുള്ളത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും തീരുമാനിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചോളം ഇതുവരെ കേസെടുക്കാതിരുന്നു. 4.25 വർഷം ഏകദേശം ആകുന്നു. അത്രയായിട്ട് ഈ കേസുകൾ എടുക്കാതിരിക്കുന്നു. ആ എടുക്കാതിരിക്കുന്ന അവസരത്തില് ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ, ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഈ റിപ്പോർട്ട് കിട്ടിയ കാലത്ത് തന്നെ ചെയ്യാമായിരുന്നു. അത് ചെയ്യിക്കാതിരിക്കുകയും ചെയ്തതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വീഴ്ച. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ അവിടെ അതിനുശേഷം ഇതിപ്പോ ഒരു ഗത്യന്തരമില്ലാതെ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ആ കേസുകൾ രജിസ്റ്റർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തുമ്പോൾ ആ അന്വേഷണ സംഘം തന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടിരുന്നു. അതായത് അവരെ ഈ തെളിവ് കൊടുക്കാൻ ചെന്ന ആളുകളെ മൊഴിയെടുത്തതിന് ശേഷം അവരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കുന്ന മറ്റു രീതിയിലുള്ള പീഡനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഓഡിയോ വീഡിയോ ആയിട്ടുള്ള തെളിവുകളൊക്കെ അവരിൽ നിന്ന് വാങ്ങുകയും അവർക്ക് സ്വീകാര്യമല്ലാത്ത, അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെ സമ്മതമില്ലാത്ത രീതിയിൽ ആ തെളിവുകളെ അവര് ഉപയോഗിക്കാൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്റെ സ്വകാര്യത പോകുന്നു എന്നാണ് പറയുന്നത്. സ്വകാര്യത പോകുന്നു എന്ന് അവര് ന്യായമായി സംശയിക്കുന്നത് തെറ്റൊന്നുമില്ല. കാരണം എന്തായാലും സ്വകാര്യത കുറച്ച് കഴിയുമ്പം പുറത്തു വരും. കാരണം കോടതിയിലേക്ക് ഈ കേസ് എത്തുകയാണെങ്കിൽ കോടതിയിൽ എത്തുന്ന അവസരത്തിൽ ഇതിന്റെ കോപ്പിയൊക്കെ പ്രതികൾക്കൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെയാണ് ഇതിന്റെ സാക്ഷികളെന്ന് മനസ്സിലാക്കും. പിന്നെ അവിടെ ക്രോസ് വിസ്താരമൊക്കെ നടത്തുമ്പോൾ ആളുകളുടെ പേരെന്തായാലും പുറത്തു വരും. പക്ഷെ താൽക്കാലികമായിട്ട് അത് പുറത്തു വിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ തന്നെ ഈ കേസിലെ പ്രതിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ കേസിലെ പരാതിക്കാരിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ആ രീതിയിലുള്ള സ്വകാര്യത നഷ്ടപ്പെടുന്നു എന്ന പരാതി അല്ല ഉള്ളത്. അവരുടെ ഈ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ ഇടപെടലുകൾ അവരുടെ സ്വകാര്യ ജീവിതത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അവർ സൂചിപ്പിക്കുന്നത്. അവർ മാധ്യമങ്ങളിലൂടെയൊക്കെ വന്ന് മുഖം മറയ്ക്കാതെ സംസാരിക്കാൻ ഉള്ള ധൈര്യം കാണിക്കുന്ന സ്ത്രീയാണ്. പക്ഷേ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇപ്പോൾ മറ്റൊരു തരത്തിലാണ്. മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അവർ ശേഖരിക്കുന്ന വിവരങ്ങൾ അത് അന്വേഷണത്തിന്റെ പരിധിക്കപ്പുറം നിന്നുള്ള കാര്യങ്ങൾ അവർ ശേഖരിക്കുന്നു. അവർ ചില തെളിവുകൾ നശിപ്പിക്കുന്നതായി അവർക്ക് പരാതിയുണ്ട് എന്ന് പറയുന്നു.
അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അത് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അവർ സംശയിക്കുന്നുണ്ട്. അത് പൂർണ്ണമായും അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇവർ പല തെളിവുകളും കുറിപ്പുകളും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നത് മൊത്തത്തിൽ ഈ അന്വേഷണ സംഘം എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും അവർ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണെന്നും ഒക്കെയാണ് അവരുടെ സംശയം ഈ കേസുമായി ബന്ധപ്പെട്ട്. അല്ല, ഇപ്പോ ആ യുവതി ഇങ്ങനെ കൊടുത്താൽ പോലും അതിനു മുമ്പ് ഇതിന്റെ കോപ്പികൾ ഓഡിയോ വീഡിയോ ആയിട്ടോ അല്ലെ ഫോട്ടോ ആയിട്ടോ എടുത്ത് വെക്കേണ്ടതാണ്. വെക്കാത്ത സാഹചര്യത്തിൽ കൊടുത്താൽ അവരുടെ കൈവശം മറ്റു കോപ്പിയില്ല എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് നശിപ്പിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഏകപക്ഷീയമായി അങ്ങനെ ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അവരെ സംബന്ധിച്ചോ തടയാൻ പറ്റില്ല. അപ്പൊ ആ ഏജൻസിയിൽ ആരാണ് അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞ ആ അന്വേഷണത്തിന്റെ സ്വീകാര്യതയും അതോടൊപ്പം തന്നെ ഈ പീഡിതയോടുള്ള അല്ലെങ്കിൽ ഈ പരാതിക്കാരിയായ വനിതയോടുള്ള ഒരു സമീപനം, അവരോട് സഹതാപപൂർവമായ ഒരു സമീപനമാണ് ആവശ്യം. അല്ലെങ്കിൽ അനുകമ്പാപൂർവമായിട്ട് പെരുമാറ്റി അവരെ സംബന്ധിച്ചോളം അവർക്ക് സംരക്ഷണവും ആത്മധൈര്യവും ഉണ്ടാകുന്ന രീതിയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണുള്ളത്. അതിൽ നിന്ന് അവർക്ക് വ്യത്യസ്തമുണ്ടെങ്കിൽ അവർക്ക് പരാതി പറയാം. അതോടൊപ്പം തന്നെ അവർക്ക് കോടതിയിലേക്ക് പോകാം. എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരാതി എന്നുള്ളത്. അപ്പോൾ ഇതിനോടുകൂടി ഒരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഓഡിയോ വീഡിയോയിലാണ് ഈ തെളിവ് ശേഖരണം റെക്കോർഡ് ചെയ്യേണ്ടി വരും. ആ തെളിവ് അങ്ങനെ ശേഖരിക്കുന്നില്ലെങ്കിൽ നിയമപരമായിട്ട് അവർ ഇനി തെറ്റാണ്. പിന്നെ കഴിവതും ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരിക്കും അത് എടുക്കേണ്ടത്. അത് അല്ലെങ്കിൽ അവിടെ പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ഒരു വനിതാ പോലീസിന്റെ ഒന്നിൽ കൂടുതലോ വനിതാ പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ അത്തരം വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അവരിൽ നിന്ന് ഉൾപ്പെടെ ഇതാണ് സമീപനം എന്നതാണ് പരാതിക്കാരി സൂചിപ്പിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം.